ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മടി കാണിക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ചെറുപയറാണ് കേട്ടോ. ചെറുപയർ നമുക്ക് എല്ലാവരും ഫേവറേറ്റ് ആണല്ലേ ചെറുപയർ. പയറുവർഗ്ഗങ്ങളൊക്കെ നമുക്ക് നല്ല പ്രോട്ടീൻ തരുന്ന ഒന്നാണ്. മുടിയൊക്കെ നന്നായിട്ട് വളരാനായിട്ടും അതുപോലെ തന്നെ സ്കിന്ന് നല്ല ഗ്ലോ ആവാനും പിന്നെ നമുക്ക് ഹെൽത്ത് വൈസ് ഒരുപാട് ഗുണങ്ങളൊക്കെ കിട്ടാനും ഈ ഒരു ചെറുപയർ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ചെറുപയർ നമ്മൾ മുളപ്പിച്ച് കഴിക്കുന്നത് ഒന്നുകൂടെ നമ്മുടെ ശരീരത്തിന് വളരെ 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 ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് മുളപ്പിക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയ അളവിൽ നമുക്ക് ചെറുപയർ മതിയാവും. അപ്പോൾ ഈ ഒരു ചെറുപയറിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച് ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വരയ്ക്കും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അളവിന് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നാളെ രാവിലെ വരയ്ക്കും. ഇതിപ്പോൾ രാത്രിയാണ് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നാളെ രാവിലെ ഇതിൻ്റെ സിറ്റുവേഷൻ എന്താണ്, എങ്ങനെയാണ് ഇത് ചേഞ്ച് ആയിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ രാത്രി കുതിർത്ത് വെച്ച ചെറുപയറാണ് കേട്ടോ. ഈ ഒരു പൊസിഷനിലായിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും. പ്രസ് ചെയ്യുമ്പോൾ തന്നെ കണ്ടില്ലേ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ചെറുപയർ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല. മുളപ്പിക്കണമെങ്കിൽ ഈ വെള്ളം നമുക്ക് കളയണം. അപ്പോൾ നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അങ്ങനെ വെക്കാം. അപ്പോൾ നമ്മൾ ചെറുപയർ വെള്ളമൊക്കെ ഒഴിച്ച് കളഞ്ഞിട്ട് അതേ പാത്രത്തിൽ തന്നെ നമ്മൾ വെക്കുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇത് എന്ത് പൊസിഷനിലാണെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചെറുപയറിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കുറവാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ കണ്ടില്ലേ, ഇപ്പോൾ ഇത്രയും വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഇത് കുതിർന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടി ക്വാണ്ടിറ്റി കൂടും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെറുപയർ എടുക്കുമ്പോൾ അതിൻ്റെ അളവൊന്ന് കുറച്ചിട്ട് എടുക്കുക. ഇനി ഇത് മുളപ്പിച്ചിട്ടാണ് നമ്മൾ കറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുളപ്പിക്കുമ്പോൾ ഇനി ഇതിനേക്കാളും ക്വാണ്ടിറ്റി കൂടും. അപ്പോൾ നമ്മൾ എത്ര കറി വേണോ അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചെടുത്താൽ മതി കേട്ടോ. ചെറുപയറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചെടുക്കുക. അപ്പോൾ ഇനി ഇത് നെക്സ്റ്റ് മോർണിംഗ് നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു പൊസിഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതേ ബൗളിൽ കുറച്ചൊന്ന് നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് മുളപ്പിക്കാനായിട്ട് വെച്ച ചെറുപയർ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മുളയൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഒന്ന് എടുത്ത് കാണിച്ചു തരാം. കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ഒട്ടുമില്ല കേട്ടോ ഇതിൽ. കണ്ടില്ലേ, നമ്മുടെ ഇതിൽ താഴെ നോക്കി അറിയാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ഒന്നുമില്ല. മുളയാണ് ഫുള്ള് വന്നിരിക്കുന്നത്. ഓരോന്നിലും മുള വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോർമലായിട്ടൊക്കെ ചെറുപയർ കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ മുളപ്പിച്ച് കഴിക്കുന്നത് ഒന്നുകൂടെ ബെറ്ററാണ് കേട്ടോ. അതിന് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട്.